വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയുള്ള അഫാന്റെ ഉമ്മ ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഇന്ന് വിശദമായി മൊഴിയെടുത്ത് രേഖപ്പെടുത്തിയേക്കും. സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. 2 ദിവസം കൂടി നിരീക്ഷണം തുടരാനാണ് തീരുമാനം. കൊലപാതകങ്ങൾക്ക് കാരണമെന്താണെന്ന് വ്യക്തമാക്കാൻ അഫാന്റെ ഉമ്മ ഷെമിക്ക് കഴിയുമെന്നാണ് പോലീസിന്റെ നിഗമനം. ആശുപത്രിയിൽ കഴിയുന്ന പ്രതി അഫാനെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും. അഫാന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെങ്കിലും ആശുപത്രിയിൽ തുടരും. സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലപാതകങ്ങൾക്ക് പിന്നിലെന്നാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഇത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനാണ് പോലീസിന്റെ നീക്കം. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. തിങ്കളാഴ്ച രാവിലെ പേരുമല ആർച്ച് ജംഗ്ഷനിലെ സ്വന്തം വീട്ടിൽ വെച്ച് അമ്മ ഷെമിയെയാണ് അഫാൻ ആദ്യം തലക്കടിച്ചത്. അമ്മ മരിച്ചെന്ന് കരുതി വീട് പൂട്ടി കല്ലറ പാങ്ങോട് ഒറ്റയ്ക്ക് താമസിക്കുന്ന മുത്തശ്ശി സൽമ ബീവിയുടെ അടുത്തേക്ക് പോയി. പേരുമലയിലെ അഫാന്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയാണിത്. അവിടെ എത്തി 7 മിനിറ്റിനുള്ളിൽ മുത്തശ്ശിയെ കൊലപ്പെടുത്തി പുറത്തിറങ്ങി. വീട്ടിലേക്ക് അഫാൻ എത്തുന്ന ദൃശ്യങ്ങളും പുറത്തു പോകുന്ന ദൃശ്യങ്ങളും പരിസരത്തെ CCTV ക്യാമറയിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പേരുമലയിലെ വീട്ടിൽ നിന്ന് 9 കിലോമീറ്റർ അകലെ പുല്ലാമ്പാറ NS പുരത്ത് താമസിക്കുന്ന പിതൃ സഹോദരൻ ലത്തീഫിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ സജിത ബീഗത്തെയും പിന്നാലെ കൊലപ്പെടുത്തി. പിന്നീട് അനിയനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തി. വൈകിട്ട് 6 മണിയോടെ സ്റ്റേഷനിലെത്തി കൊലപാതക വിവരം അറിയിക്കുകയായിരുന്നു. അഫാനെ ചോദ്യം ചെയ്യാൻ ആവശ്യമെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധരുടെ സേവനം പോലീസ് തേടിയേക്കും. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.